മോനെ റെഡിറ്റിനെ പോലെ റെഡിറ്റ് മാത്രമേ ഉള്ളൂ. അത് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും ന്യൂസ് മീഡിയ, മെയിൻ സ്ട്രീം മീഡിയ മൈക്കൊക്കെ പിടിച്ച് സ്റ്റുഡിയോ കിട്ടിയിരിക്കുന്നുണ്ടല്ല, ഒരു കാര്യമില്ല. റെഡിറ്റിൻ്റെ അത്ര നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് സോഴ്സ് ഇപ്പം ഇല്ല. ഈ അനോണിമസ് പീപ്പിൾ ഓഫ് റെഡിറ്റ് ഉണ്ടല്ലോ, ഇവർക്ക് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അതായത് ആരാരിനെ കല്യാണം കഴിക്കും, ആരാരെ എപ്പോൾ ഡൈവോഴ്സ് ചെയ്യും, ഏത് നടൻ ഏത് നടിയായിട്ടാണ് അവിഹിതം എന്ന് തൊട്ട് മെട്രോൻ്റെ പില്ലർ എപ്പോൾ തകർന്ന് വീഴും, ഏത് സ്ഥലത്ത് തകർന്ന് വീഴുന്നു വരെ റെഡിറ്റിലുള്ള ആൾക്കാർ പറഞ്ഞു തരും. അത് ചുമ്മാ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. അയ്യേ ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാണ്ടിരുന്നാൽ മാത്രം മതി. ഞാൻ പറഞ്ഞ് വിശ്വസിക്കേണ്ടതാ കേട്ടോ. ഇന്നലെ നടന്നൊരു കാര്യമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മുംബൈ സബ് റെഡിറ്റിൽ വന്നൊരു പോസ്റ്റാണ്. അതായത് അവർ പറയുന്നത് മെട്രോ 4ൻ്റെ പില്ലറിൻ്റെ അവിടെ വലിയൊരു ക്രാക്ക് കാണുന്നുണ്ട്, മുള്ളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ ഒന്ന് സൂക്ഷിക്കണം, സീനാണ്, അധികാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ആദ്യം വന്നു റെഡിറ്റിൽ ഈ ഗവൺമെൻറ് ആൾക്കാരൊന്നും ഇല്ലല്ലോ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ അതേ പോസ്റ്റിനെ എക്സിൽ വേറൊരാൾ പോസ്റ്റ് ചെയ്തിട്ട് ഈ മുംബൈ മെട്രോനൊക്കെ ടാഗ് ചെയ്തിട്ട് അതേ സെയിം ഫോട്ടോ ആണിത്, അവിടെ ക്രാക്ക് ഉണ്ട്, ഇതെന്താ സംഭവം ഒന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് എക്സിൽ പോസ്റ്റ് ചെയ്തു. മുംബൈ മെട്രോയ്ക്കും ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഉണ്ട്. അവർ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തു, 1200 അപ്രൂവൽസ് എടുത്തിട്ടുണ്ട് ഓരോ പില്ലറിനും, നിങ്ങളൊന്നും പേടിക്കണ്ട, ഇത് വെറുതെ അനാവശ്യമായിട്ട് ഫേക്ക് ന്യൂസ് അടിച്ചിറക്കാണ്, ഇത് ഫാക്ട് ചെക്ക് ചെയ്തു, ഇതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുംബൈ പോലീസിനെയൊക്കെ ടാഗ് ചെയ്തു. അവൻ അനാവശ്യമായിട്ട് ന്യൂസ് സ്പ്രെഡ് ചെയ്ത് മുംബൈ പോലീസ് ഇവനെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്താ സംഭവം, ഇതില്ല, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ഏറ്റിട്ടുണ്ട്, ഞങ്ങൾ നോക്കുന്നുണ്ട്, എല്ലാം ഓക്കെ, പെർഫെക്റ്റ് ഓക്കെ. ഇതും പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. 189 എന്ന് പറഞ്ഞിട്ടുള്ള പില്ലറിൻ്റെ കാര്യമാണ് അവർ ആ ഫോട്ടോയിൽ പറഞ്ഞത്. അവിടെ നിന്ന് കുറച്ച് മീറ്റർ മാറി 194 പില്ലർ തകർന്ന് വീണു. ഒരു കാറിൻ്റെ മേലെയും ഒരു ഓട്ടോറിക്ഷയുടെ മേലെ വീണിട്ട് ഒരാൾ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഓക്കെ, കുറച്ച് ഡിസ്റ്റൻസേ അവിടെ നിന്ന്. റെഡിറ്റിൽ അവർ ആദ്യം പറഞ്ഞത് ഇവിടെയാണ്, സംഭവിച്ചത് ഇവിടെ, കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിറ്റിൽ നിങ്ങൾ വന്ന എന്തെങ്കിലും ഒരു പോസ്റ്റോ ന്യൂസോ എന്തെങ്കിലും കണ്ടാൽ അങ്ങോട്ട് വിശ്വസിക്കുക. ചായ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇനി വിശ്വസിക്കേണ്ടി വരും. കാരണം ഇങ്ങനെയാണ് കാര്യം.